എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ വിരല് കാണിച്ചത് മാത്രമേ എനിക്കായിരിക്കും അല്ലമ്മ. നിനക്ക് എന്തെങ്കിലും പറയുന്ന അവർക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു. അല്ല, എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും പറയാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ വരൂ ഈ ചട്ടിയും കലായിട്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ അമ്മ അത് നിൽക്കണ എനിക്ക് ബോറടിക്കില്ലേ, കാണുന്ന അവർക്ക് ബോറടിക്കില്ലേ, ക്ഷീണ അമ്മയ്ക്ക് ബോറടിക്കില്ലേ, എത്ര പേർക്ക് ബോറടിക്കുക ആലോചിച്ചു. അപ്പോ എന്താ അറിയോ? അറിയില്ല. പറയട്ടെ. കോവക്കയും കൊണ്ട് നമ്മുടെ ഈ മീന് പച്ചക്കറി നാളികേരൊക്കെ അരച്ചിട്ടൊരു മീൻ കറി വെക്കില്ലേ, അതുപോലെ ഈ കോവക്കയും കൊണ്ട് വെക്കാൻ പോവാണ്. എന്തിനാ മീൻ കൊണ്ട് തന്നെ വെക്കാറുന്നല്ലോ. പച്ചക്കറി കൊണ്ടും അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുമല്ലോ, അത് കാണിക്കാനാണ്. വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു മീൻ കറി അതാണ്. അപ്പോ വെജ് കഴിക്കുന്ന ആൾക്കാരുടെ മീനാണ്. കോവക്ക എങ്ങനെ അറിയാം? ഇങ്ങനെ 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 4 കഷ്ണം ഇങ്ങനെ ആക്കണം. പക്ഷെ അതിങ്ങനെ വിട്ടുപോകരുത്. ഇതാണ്ട ഇങ്ങനെ ഇത് ഈ തലപ്പ് ഇങ്ങനെ വിട്ടുപോകാണ്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചത്. അപ്പൊ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് മീനാണോ അങ്ങനെ 4 കഷ്ണാക്കിട്ട് ഇടുക? ഇതാ ഈ മീനല്ല, ഇത് കോവയ്ക്കല്ലേ. കോവയ്ക്ക ഇങ്ങനെ, പക്ഷെ ഇവിടുന്ന് വിട്ടുപോകാണ്ട് ഇങ്ങനെ 4 ഇതായിട്ട് ഇങ്ങനെ. അതിന് കുറെ പണിപ്പെടണം, പെട്ടെന്നൊന്നും നടക്കില്ല. അമ്മയ്ക്ക് മാത്രമേ പറ്റൂ. 4-5 ചെറിയ ഉള്ളി മുഴുവനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളി അത് ചെറുതായി ചെറുതായി അരിഞ്ഞത്. പിന്നെ അല്ലെങ്കിൽ നീ കളിയാകും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. ഈ കോവക്ക ഇങ്ങനെ 4ആയിട്ട് അരിയാനായിരുന്നു നമ്മ കുറേ നേരം ഇങ്ങനെ കത്തിയും പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതായിരുന്നു അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ലല്ലോ, വേറെ കാര്യം ഉണ്ടായിരുന്നു. ഇതാ തക്കാളി, ഒരു തക്കാളി കേട്ടോ. പാവം വേർത്തു അമ്മ കോവക്ക ഇങ്ങനെ അരിയുമ്പോഴേക്ക്. പിന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു സെക്കൻഡ് കൊണ്ട് ആകെ 4 കോവക്ക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെള്ളം. ഇത് വേവട്ടെ. അപ്പൊ സ്റ്റൗ കത്തിച്ചില്ല, അത് ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. സോറി സ്വാഭാവികം. അപ്പൊ ഇത് സംഭവിക്കും. ഇത് വേവട്ടെ, അടച്ചു വെക്കാം. അതിപ്പോ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണല്ലോ. ഈ മറവി എന്നൊക്കെ പറഞ്ഞ സംഭവിക്കും. പിന്നെ എന്താ പറയാ, ഇതിന് വേണ്ട അരപ്പ് നാളികേരം 4 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്തതുകൊണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ചെറിയ ഉള്ളി, മഞ്ഞപ്പൊടി ഇത്ര വേണ്ടു. ഇത് അരക്കണം. പിന്നെ കുറച്ച് പുളിവെള്ളം നമ്മളിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരുപാട് പുളിയൊന്നും വേണ്ട, കുറച്ച്. മീനിന് വേണ്ട അത്രയ്ക്ക് പുളി വേണ്ട, എന്നാലും ഒത്തിരി പുളി വേണം. അപ്പൊ അതവിടെ വേവട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ അരപ്പ് അരക്കട്ടെ. അരച്ചു കഴിഞ്ഞു കേട്ടാ. ഇത് അരച്ചു. ഇനി നമുക്ക് ഇത് വെന്തോന്നൊന്നും നോക്കാം. കഴിച്ചു നോക്കണം. അത് ഇങ്ങനെ പിടിച്ചു വെക്കണം. അതെന്തുണ്ട് നിറങ്ങണ്ടല്ലേ മനസ്സിലാവും. ഇനിയിപ്പം നമുക്ക് ഈ അരപ്പ് ഇതിൽ ഇട്ട് കൊടുക്കാം. അറിയാലോ, നാളികേരം, മുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില, മഞ്ഞൾ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് എന്താ വിചാരിച്ചറിയോ, ഇത് വേവാൻ വെച്ചിട്ട് അമ്മ സ്റ്റൗ ഓൺ ചെയ്യാൻ മറന്നോന്നൊരു സംശയം വന്നു. നീ ഇപ്പൊ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കല്ലേ? പൊന്നമ്മേ അങ്ങനെയല്ല. പൊന്നമ്മ എന്ന് പറഞ്ഞ കവിയൂർ ആ പൊന്നമ്മയല്ലമ്മ, അത് മലയാള സിനിമയുടെ പൊന്നമ്മ. ഈ അരപ്പിന്റെ വെള്ളം അത് കവിയൂർ പൊന്നമ്മ, ഇത് ഞങ്ങളുടെ വീട്ടിലെ പൊന്നമ്മ. അമ്മ ഒരു സാധാരണ പൊന്നമ്മ ഇല്ലാട്ടോ, എത്ര തലമുറകളുടെ അമ്മയായിരുന്നു. അതൊന്നും ഞാൻ വേണ്ടവരല്ല. നീ പുതിയ പേര് മദർ തെരേസ കഴിഞ്ഞു, ഇനിയിപ്പോ പൊന്നമ്മയായി. നോക്കമ്മ, പ്രേംനസീറിന്റെ അമ്മ, സത്യമാഷിന്റെ അമ്മ, മധുസാറിന്റെ അമ്മ, മമ്മൂട്ടിയുടെ അമ്മ, മോഹൻലാലിന്റെ അമ്മ, പൃഥ്വിരാജിന്റെ അമ്മ, ദിലീപിന്റെ അമ്മ, കുഞ്ചാക്ക ബോബന്റെ അമ്മ. അവരാണ് അമ്മ. പുളി. അപ്പൊ എത്ര തലമുറയ്ക്ക് അമ്മയാണ് അമ്മ അവര്. അപ്പൊ അത് കവിയൂർ പൊന്നമ്മ. ഇത് ഈ മസാല ഇതൊക്കെ കൂടി ഒന്നങ്ങോട്ട് വേവട്ടെ. കണ്ടോ, ഇത് കാണുമ്പോ മീൻകറി പോലെ തോന്നുന്നില്ലേ? നിനക്ക് തോന്നില്ല. അപ്പൊ അത് കവിയൂർ പൊന്നമ്മയാണെങ്കിൽ ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ കണ്ണമ്മ. അല്ല വേണ്ട, പൊന്നാരമ്മ പോരെ. ഇത്രയൊക്കെ പോളിഷ് അടിക്കണ്ടേ മോനെ. എന്തോ കാര്യം സാധിക്കാൻ നിനക്കുണ്ട് എന്നൊരു സൂചനയാണ് നിന്റെ ഈ പോളിഷ് അടിയിട്ട് മുഴുവനും കാണുന്നത്. കാരണം എന്നൊക്കെ നീ ആവശ്യത്തിന് കൂടുതൽ എന്നെ പോളിഷ് അടിച്ചിട്ടുണ്ടോ അന്നൊക്കെ എന്തെങ്കിലും ഒരു കാര്യം എന്നെ കൊണ്ട് സാധിക്കാൻ നിനക്കുണ്ടാവും. എന്താ മോനെ ഉച്ചയ്ക്ക് വേണ്ട?
ഇത് വേണ്ടല്ലോ നിനക്ക്? വേറെ എന്തെങ്കിലും വേണമായിരിക്കും അല്ലേ മോനെ? അതും അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടോ? ഉണ്ട്, ഉണ്ട്. ഇതൊക്കെയല്ലേ അമ്മ ചിന്തിക്കണത്? ആ. പൊന്നമ്മ, തങ്കമ്മ, ചക്കര അമ്മ എന്നൊക്കെ പറഞ്ഞ എന്തായാലും ഈ പൊന്നാണെങ്കിൽ ആവശ്യത്തിന് കൊണ്ടുപോയി പണയം വെക്കും, ചക്കരയാണെങ്കിൽ അത് മുഴുവെടുത്ത് തിന്നും അല്ലേ, തേനാണെങ്കിൽ കുടിക്കും. അപ്പൊ ഈ പേരിലൊക്കെ നിങ്ങൾ അമ്മമാരെ വിളിച്ച അതിന്റെ അർത്ഥം അമ്മമാരെ ശരിക്കും നിങ്ങൾ മുതലെടുക്കും. കാരണം ഇതിനൊക്കെ നമ്മൾ മുതലെടുക്കാറില്ലേ? പൊന്നമ്മ എന്ന് പറഞ്ഞാൽ പൊന്ന് നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കഴുത്തിലിടും, അല്ലെങ്കിൽ കൊണ്ടുപോയി പണയം വെക്കും ഇല്ലേ? ചക്കര അമ്മ എന്ന് പറഞ്ഞാൽ ചക്കര നോക്കിക്കൊണ്ട് മിണ്ടാണ്ടിരിക്കുവോ? ഒരു നക്കയിൽ നക്കാത്ത ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവോ? ആ അതന്നെ. പിന്നെ പൊന്നാരമ്മ എന്ന് പറഞ്ഞാൽ അതിലും ഉണ്ടാവും. അപ്പൊ പാവ അമ്മമാരുടെ ഒരു ഗതികേടെ അല്ല, എപ്പോഴെങ്കിലും മക്കള് പോലീസ് അടിച്ച് അപ്പ മനസ്സിലാവും എന്തോ കാര്യസാധ്യതയുണ്ട്. അപ്പൊ ഈ അമ്മമാര് മക്കളെ പോലീസ് അടിക്കുമ്പോ ഒരു കാര്യസാധ്യത ഉണ്ടാവില്ല അല്ലെ? ഉണ്ടാവാൻ വഴിയില്ല. അവർക്ക് അമ്മ ചോദ്യം, ഈ ചോദിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയൊരു വാക്കുണ്ട്, ചോദ്യം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശ്രദ്ധിക്കാത്ത കൊണ്ട് പലതും നഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ പലരും ശ്രദ്ധിക്കാറില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞില്ലേ ചോദ്യം. ഇത് പലരും ചോദിക്കാൻ മടിക്കുന്ന കാര്യമാണ്, ചോദിക്കേണ്ട കാര്യമാണ്, ചോദിക്കാൻ അത്യാവശ്യമുള്ളതാണ്. ആ ചോദിക്കാത്തത് കൊണ്ട് പലരും പല രീതിയിലുള്ള വിഷമം പല രീതിയിലുള്ള വിഷമം ഈ ചോദ്യം ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോകേണ്ടുന്നൊരു സത്യം ഒരു ചോദ്യത്തിലുണ്ട്. അത് നമുക്ക് എന്താണെന്നറിയോ? ഇപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ തലമുറ, പണ്ടത്തെ തലമുറ ഇത് അങ്ങനെയല്ല. ഇപ്പൊ ഈ തലമുറകൾ ജീവിച്ചിങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മകൻ്റെയോ മകളുടെയോ കല്യാണം കഴിഞ്ഞു. നിങ്ങളൊരു വട്ടം ഇതിൻ്റെ വേറൊരു വർഷം പറഞ്ഞിട്ടുണ്ട്. എന്നാലും പുതിയൊരു വർഷം പറഞ്ഞുതരാം. ഈ അറിഞ്ഞോ അറിയാതെയോ അമ്മമാരൊരു അകൽച്ച സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തരട്ടെ, ഓരോ അമ്മമാരട്ടോ, അമ്മേനല്ല പറയണത്. ഇന്ന് ഒരു 80% അമ്മമാരും എന്തുകൊണ്ടാണെന്നറിയില്ല, ഇപ്പോൾ ഒരു മകൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് ഒരു സങ്കല്പം കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. എന്തുകൊണ്ടാണോ അതുവരെ സ്വതന്ത്രത്തോടു കൂടി എല്ലാം പറഞ്ഞിരുന്ന അമ്മ, അങ്ങനെടാ മോനെ, ഇങ്ങനെടാ മോനെ, വീട്ടിലവിടെ പശു പ്രസവിച്ചു മോനെ, കോഴി ചത്തു മോനെ, ഞങ്ങളിങ്ങനെ അത് തിന്നു മോനെ, നിന്റെ മുഖത്ത് എന്താടാ വാട്ടം മോനെ, നീ എന്താടാ ഇങ്ങനെ മോനെ, ചീത്ത പറയാൻ മടി കാണിക്കില്ല, നല്ലത് പറയാൻ മടി കാണിക്കില്ല, ഒന്നും ഒളിച്ചു വെക്കാത്ത അമ്മമാര് എന്ത് സംഭവിക്കുന്ന ഒരു സുപ്രഭാതത്തൊന്നും ഒരു പിടിയില്ല കേട്ടോ. കല്യാണം അങ്ങോട്ട് കഴിഞ്ഞ് ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും അമ്മമാർ മക്കളോട് സംസാരിക്കുന്ന രീതിയിൽ ഒരു വ്യത്യാസം. ഏതോ ബന്ധുവിനോട് സംസാരിക്കില്ല, മോനെ സുഖമാണോ മോനെ, അപ്പം ആ സുഖമാണമ്മേ. പിന്നെ മോൻ്റെ ഒരു സ്വകാര്യതകളും പിന്നെ ചെനക്ക് ചോദിക്കില്ല, എന്താണ് മോനെ മുഖത്തൊരു വാട്ടൊന്നും കൂടി ചോദിക്കില്ല. അങ്ങനെ ഒന്നും ചോദിക്കാണ്ടാവുമ്പോൾ മക്കൾക്ക് എന്ത് തോന്നുന്നു അറിയോ? എപ്പോഴേ അമ്മമാരുടെ മാത്രം പറയുമ്പോൾ മക്കളുടെ കാര്യം എനിക്കൊന്ന് പറയണത്. അപ്പോൾ എനിക്ക് അനുഭവം ഇല്ലെങ്കിലും അനുഭവിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കല്യാണം കഴിച്ചാൽ എന്താ ഈ മക്കളെന്താ വേറെ ആയി പോവാണോ? അപ്പോൾ അവരോട് നിൽക്ക് അമ്മ സംസാരിക്കാൻ വരട്ടെ, ഞാൻ ഒന്ന് പറയട്ടെ. അപ്പോൾ ഈ മക്കളോട് ആ സ്വതന്ത്രം എന്തുകൊണ്ട് ഈ അമ്മമാർ നഷ്ടപ്പെടുത്തുന്നു? അമ്മ എന്നും അമ്മ തന്നെയാണല്ലോ, മക്കളെന്നും മക്കൾ തന്നെയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന വർത്തമാനങ്ങളിൽ ഒരു ഒളിമര എങ്ങനെ വരുത്തുകയാണ്. എങ്ങനെ അറിയോ? മോനെ സുഖാണോ, നല്ലതാണോ, എന്താ കഴിച്ച് അവിടേക്ക് നിർത്തുകയാണല്ലോ ഈ ലോകത്തുള്ള മുഴുവൻ അമ്മമാരും. അതിൻ്റെ പകരം നിങ്ങൾ വളർത്തുമ്പോഴും വലുതാവുമ്പോഴും ഏത് രീതിയിൽ സംസാരിച്ചു. അമ്മ എന്ന് പറഞ്ഞാൽ നാച്ചുറാലിറ്റിൻ്റെ ഒരു പേരാണ്. അവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും സംഭവിക്കാൻ പാടില്ല, ഒരു കാലത്തും സംഭവിക്കാൻ പാടില്ല. അമ്മ ജീവിച്ചിരിക്കുന്ന വരെ സംഭവം എന്തുകൊണ്ടോ അറിയില്ല പലരുടെയും കംപ്ലൈൻറ്റ്. അത് പെൺകുട്ടികളുടെ വീട്ടിലേക്ക് വിരുന്ന് വന്നാലും ശരി, പെൺകുട്ടികളുടെ വീട്ടിലേക്ക് അമ്മ വിരുന്ന് പോയാലും ശരി, ഏത് ഈ കെട്ടിക്കൊടുത്ത പെൺകുട്ടി അവിടെയും സംഭവിക്കുന്ന ഒരു സത്യമാണത്. അവിടെ എന്തോ ഒരു അകൽച്ച, ഒരു ചെറിയൊരു അകൽച്ച. അത് ആ മക്കളുടെ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ. അല്ല അമ്മയുടെ അല്ല, ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തുള്ളതാണ്, അല്ല കേൾക്കൂ, ഇവിടെ അടുത്തുള്ളതാണ്. അവൻ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായി. അപ്പോൾ അവൻ്റെ അമ്മയൊക്കെ സംസാരിക്കണത് എങ്ങനെ അത്ര അറിയോ? എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറയുമ്പോൾ എന്നോടൊരു കാര്യം ഒരു ദിവസം പറഞ്ഞാണ്, എന്നൊരു ദിവസം അതെനിക്കിപ്പോൾ ഓർമ്മ വന്നു. ഈ ചോദ്യങ്ങൾ ചെറുത് ചോദിക്കുക, എന്താണ് ക്ഷീണം, എന്താണ് വിഷമം, അങ്ങനെ ചോദിക്കുക, മനസ്സിലാക്കുക, ചില കാര്യങ്ങൾ അറിയുക. അല്ലെങ്കിൽ ചില സങ്കടങ്ങളും സന്തോഷങ്ങളും, സങ്കടങ്ങൾ പറയുകയില്ല, എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പാടില്ല. അങ്ങനെയുള്ള മക്കളൊക്കെ ദുബായിലോ അമേരിക്കയിലൊക്കെ ഉള്ള മക്കളോട് സങ്കടങ്ങൾ പറയണ്ട. തൊട്ടപ്പുറത്തുള്ള മക്കളോട് ഒന്നും പറയണ്ട. കല്യാണം കഴിച്ചു അവനായി അവൻ്റെ പാടില്ല. അപ്പോൾ 5 മക്കൾ കല്യാണം കഴിച്ചു പോയി പറഞ്ഞ പിന്നെ അച്ഛനമ്മ എന്താ അനാഥര? അവർക്ക് മക്കളില്ലേ? അവരോട് ആ ഫീലിംഗ് ഒക്കെ മറന്നു പോവുകയാണോ? അത് അമ്മമാർ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ? അയ്യോ ഒരുപാട് അമ്മമാരുണ്ട്. അമ്മ ചെയ്തിട്ടില്ല,
ഞാൻ ഈ ലോകത്ത് എത്ര അമ്മമാരെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ അപ്പുറത്തൊരു വീടുണ്ടാവും, നിങ്ങൾ കേൾക്കോ, അവിടെ ഒരു അമ്മയുണ്ടാവും, അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പുറത്തൊരു അമ്മയുണ്ടാവും. എന്തിന്? എൻ്റെ കുടുംബത്തിൽ കുറേ അമ്മായിമാരുണ്ട്, കുറേ ചെറിയമ്മമാരുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഓരോ മക്കളുടെ അമ്മമാരല്ലേ. അവൻ്റെയൊക്കെ കാര്യമാണ്, ഓരോരുത്തരുടെയും കാര്യമാണ്, ഒരു കുടുംബത്തിലല്ല. എൻ്റെ അമ്മ അങ്ങനെയല്ല. എൻ്റെ അമ്മ പൊതുവേ ചോദ്യങ്ങളെ ചോദിക്കില്ല. എന്താ മോനെ കഴിക്കാൻ വേണ്ടി പറയും, എന്താ മോനെ തിന്നാൻ വേണ്ടി പറയും. പിന്നെ അമ്മയ്ക്ക് ചോദ്യങ്ങളും ഇല്ല, ആവശ്യങ്ങളും ഇല്ല, അമ്മയ്ക്ക് രണ്ടും ഇല്ല. അത് കാരണം കൊണ്ട് അമ്മ കഴിഞ്ഞ ജന്മത്തൊന്നുമില്ലെങ്കിൽ ഊമയായിരിക്കും, ഈ ജന്മത്തിൽ സംസാരിക്കാൻ കുറച്ച് കുറവ് വരുന്നൊരു വ്യക്തിയായിരിക്കും. ചിലർ ഇതിലും പറയുന്നുണ്ട്, ഈ അമ്മ വെറും തലയാട്ടി കൊണ്ട് നിൽക്കുകയാണല്ലോ, സംസാരിക്കുന്നില്ല. ആരോ ഒരാൾ പറഞ്ഞു. ഇത് പറഞ്ഞത് നമ്മുടെ സ്വന്തം അനിയൻ. അമ്മ അങ്ങനെ ഗജകേശ്വരി തലയാട്ടം പോലെ ഇങ്ങനെ ആട്ടിക്കൊണ്ടുണ്ടാവും, നീ പറഞ്ഞുകൊണ്ടേ ഉണ്ടാവുന്നു. അപ്പോൾ അമ്മ ചേച്ചി ഇപ്പോഴും തലയാട്ടിൽ നിർത്തിയിട്ടില്ല. അന്ന് തുടങ്ങിയ തലയാട്ടിലാണ് ഇന്ന് വരെ തലയാട്ടുണ്ട്. കഴുത്ത് വേനിക്കാണ്ടിരിക്കണമെന്ന് ചേച്ചിയോടൊന്ന് പ്രത്യേകിച്ച് പറയണം. തലയാട്ടുമ്പോൾ മെല്ലെ ആട്ടണം. നീയാണ് ആളപ്പുറത്ത് നിൽക്കണത്, നിന്റെ സംസാരം ഒരിക്കലും നിൽക്കൂല്ല. അമ്മ അത് ആ സംസാരം നിൽക്കണ വരെ ചേച്ചി തലയാട്ടിയും കൊണ്ടേ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നീ അപ്പം തന്നെ അമ്മ കേട്ടോ 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 എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചുകൊണ്ടേ ഉണ്ടാവും. ചേച്ചിയുടെ കഴുത്ത് വിളിക്കിട്ട് മറ്റൊരു സാധനം. അപ്പോ ചില അമ്മമാരുടെ, അമ്മയുടെ അല്ല, അമ്മമാരുടെ ഞാൻ കൂട്ടിയിട്ടേ ഇല്ല. കാരണം എന്താ അറിയോ, അല്ലമ്മ ആ അമ്മമാരിലെ കൂട്ടിയിട്ടില്ല. ഈ ചോദ്യം ചോദിക്കാൻ മടിക്കുന്ന അമ്മമാരിലെ കൂട്ടിയിട്ടില്ല. അമ്മ ചോദിക്കുമല്ലോ, എന്താ മോനെ ഭക്ഷണം, എന്താ ഉണ്ടാക്കി, എന്താ കഴിച്ച്, സുഖാണോ മോനെ, ഉമ്മ 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 തന്നെയല്ലേ, ഫുൾ ടൈം ഉമ്മ തന്നെ. അത് കാരണം അമ്മയ്ക്ക് വേറെ ഒന്നും ചോദിക്കാൻ കാര്യമായിട്ടില്ല. പിന്നെ ക്ഷീണിച്ചു എന്ന് അവർ പറയൂല്ല. എന്തായാലും ചെറുത് പറഞ്ഞാൽ സങ്കടം കൂടുതലാണ്. അപ്പോൾ സന്തോഷമുള്ള സങ്കടമുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അറിയിക്കില്ല. ദൈവം സാധിച്ചിട്ട് അങ്ങനെ സങ്കടങ്ങളൊന്നും ആർക്കും ഇല്ല. എന്നാലും അമ്മയുടെ കാര്യമല്ല, ലോകത്ത് പല അമ്മമാരെ വിട്ടുവീഴ്ചയും കൊണ്ട് ജീവിക്കുകയാണ് മക്കളെ കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ. അവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും, അത് നിനക്ക് ഒറ്റ കൊടുത്തൊരു കാരണം നിനക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ അവരവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയപ്പോൾ അവർക്ക് വല്ല വേദനകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും മക്കളിൽ നിന്ന്. അപ്പം അവർ വിചാരിച്ചിട്ടുണ്ടാവും അവർക്കൊരു കുടുംബമായില്ലേ, അവർ സ്വസ്ഥമായി ജീവിച്ചോട്ടെ, ഞാൻ എന്തിനാ ഇടയിൽ കയറി പോയിട്ട്, അന്ന് അങ്ങനെ ഒരു തോന്നലും കൊണ്ടായിരിക്കും. അതെന്താന്ന് അത് അങ്ങനെ മനസ്സിലാക്കിയാൽ പോരെ, എന്താ അമ്മയ്ക്ക് ചോദിക്കാം, അങ്ങനെയല്ലല്ലോ. അല്ലല്ല, ചില മക്കൾക്ക് സ്വാഭാവികമായിട്ടത് തോന്നൽ വരുന്നുണ്ട്. അത് സ്വാഭാവികം. കാരണം എന്താ പറഞ്ഞാൽ, ഞാൻ കല്യാണം കഴിക്കുന്നതിനേക്കാളും മുമ്പ് എല്ലാം സ്വാതന്ത്ര്യത്തോടു കൂടി ചോദിക്കേണ്ടായ അമ്മ ഇപ്പം എൻ്റെ ശബ്ദം ഒന്ന് ഇടറിയാ, എന്താ ശബ്ദം ഇടരുന്നും കൂടി ചോദിക്കാത്ത ചില അമ്മമാരുണ്ട്. അതിനും ഫ്രീ ആയിട്ട് വിടുകയാണെന്ന്. അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ? അത് ചെയ്യാൻ പാടില്ല. അമ്മമാരോട് മക്കൾ പോയി ചോദിക്കണേ, എന്താ അമ്മയെ പണ്ടത്തെ പോലെ എന്നോട് ഇടപഴകാത്തത്. അപ്പൊ പറയാത്രേ, ഇല്ലട മോനെ പണ്ടത്തെ പോലെ തന്നെയാണ് എന്ന്. പക്ഷേ ഈ അമ്മയ്ക്ക് എങ്ങനെ മക്കളെ തിരിച്ചറിയാൻ സാധിക്കുമോ? ഒരു നൂലുടെ വ്യത്യാസം വരാതെ അമ്മയ്ക്ക് മക്കളെ തിരിച്ചറിയാൻ പറ്റുന്ന എങ്ങനെ പറയുന്നോ, അതേപോലെ മക്കൾക്ക് അമ്മേനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. സത്യം ഈ അമ്മമാര് മനസ്സിലാക്കുന്നില്ല. മനസ്സിലായില്ലേ? അല്ലല്ല, കുറ്റല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ആഹാ അടുത്ത വീട്ടിൽ നിന്ന് ഒരു മീൻകറിയുടെ മണം വരുന്നുണ്ട്. അല്ലല്ല, ഇതിലും വരുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യത്തിനും കൂടി മറുപടി പറയണം. എന്തുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്ന നാച്ചുറാലിറ്റി അൺനാച്ചുറാലിറ്റി ആയി പോകുന്നത് എന്ന് വെച്ചാൽ, അമ്മ എന്ന് പറയുന്നത് ഒരു പരിശുദ്ധമായ സ്നേഹമാണ്. ഈ പരിശുദ്ധ നെയ്യ്, പരിശുദ്ധ എണ്ണ എന്നൊക്കെ പറയണത് പരിശുദ്ധമല്ല. പക്ഷെ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത് ഒരു പരിശുദ്ധം തന്നെയാണ്. അപ്പൊ അമ്മ ജീവിച്ചിരിക്കുന്ന കാലം വരെ ഒരു നിഷ്കളങ്കമായ സ്നേഹം മക്കൾക്ക് കിട്ടണമെന്ന് മക്കൾക്കൊരു വാശിയുണ്ടാവുമോ? സമ്പത്തും കാര്യങ്ങളൊന്നും അല്ല. ഈ അമ്മയുടെ സ്നേഹത്തിന് മാത്രം ഒരു കുറവ് വരാൻ പാടില്ല എന്ന് എല്ലാ മക്കളും ആഗ്രഹിക്കും. ആണായാലും പെണ്ണായാലും അവർക്ക് ഈ ഭൂമിയിൽ അങ്ങനെ ഒരു സ്നേഹം ഒരിക്കൽ മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതില് ഒരു എന്തോ പറയില്ലേ, അത് ശരിയാണെന്ന് ചില അമ്മമാരുടെ പക്ഷം അമ്മയ്ക്ക് കൂടാൻ പറ്റുമോ? കൂടാൻ പറ്റും. എന്താ പറയാ, അമ്മമാർ ഒരിക്കലും മക്കളുടെ അടുത്ത് വൈരാഗ്യ ബുദ്ധിയോടെ, വൈരാഗ്യമല്ല അല്ല, അവർക്ക് മക്കളുടെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ മക്കളിൽ നിന്നും അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവും. അത് ആ മക്കള് പറയാണ്ട് എന്റെ അമ്മ എന്നെ സ്നേഹിക്കും, എന്റെ അടുത്ത് പണ്ടത്തെ പോലെ അല്ലാതെ മാത്രം പറഞ്ഞാൽ പോരാ. മക്കൾ അന്വേഷിക്കണം, എന്താ അമ്മയെ അമ്മ അങ്ങനെ മാറിയത് ചോദിച്ചത്. അപ്പൊ അമ്മയുടെ മനസ്സിലുള്ള അമ്മ പറയും. അങ്ങനെ പറയണ്ട. ഇപ്പോഴും വീണ്ടും ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. അമ്മ ഇത്തിരി വിട്ടുവാ, ചെറിയ ഉള്ളി ഇട്ടു, ഇത്തിരി ഉള്ളി ഇട്ടു, കരുവേപ്പിലൊക്കെ നമ്മളിതിൽ അരച്ചിട്ടുണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മ, അപ്പൊ ഞാൻ വീണ്ടും ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ലോകത്ത് നമ്മളൊരു തെറ്റ് ചെയ്താ, തെറ്റ് നമ്മളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
നമ്മളെന്നെ മാപ്പ് ചോദിക്കണം, ഉറപ്പാണ്. ചിലർ നമ്മളെ ക്ഷമിക്കുകയില്ല. കാരണം എന്താ പറയുക, നീ ആ തെറ്റ് ചെയ്ത് വന്ന ജീവിതകാലം മുഴുവൻ അതിനെ കൊണ്ടു കിടക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. അതിൽ അമ്മ അതിൽ പെടില്ലല്ലോ. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് മനസ്സിൽ വെച്ചിട്ട് മക്കളോട് സംസാരം കുറയ്ക്കാൻ പാടുമോ? മക്കൾക്ക് വിഷമമായി എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ അവര് വിചാരിച്ചിട്ടുണ്ടാവും അവര് കുടുംബമൊക്കെ ആയിട്ട് ഇരിക്കുകയല്ലേ. അപ്പൊ ഞാൻ പറയാട്ടോ, എനിക്കറിയില്ല, അങ്ങനെ ആയിരിക്കണം. എന്തറിയോ, ഇത് അറുപത് കഴിഞ്ഞു ഇനി തടച്ചു വെക്കാം. എന്താ അറിയോ, അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം എന്തെങ്കിലും കാര്യത്തിൽ മകന്റെ കാര്യത്തിൽ ഇടപെടാൻ പോയിട്ടുണ്ടാവാം. എന്താ മോനെ ഇങ്ങനെ, അത് അങ്ങനെയല്ല എങ്ങനെയാണെന്നൊക്കെ പറയാൻ എന്തെങ്കിലും കാര്യം അവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് തോന്നിയിട്ടുണ്ടാവും അമ്മ അതിൽ ഇടപെട്ടത് അമ്മയ്ക്ക് വിഷമം തട്ടുന്ന രീതിയിൽ അവരെന്തെങ്കിലും ഒരു മറുപടി പറയുക, അല്ലെങ്കിൽ അവർ പറഞ്ഞില്ലെങ്കിൽ അവരുടെ ആരെങ്കിലും അവരുടെ ഇനിയിപ്പോൾ മകൻ്റെ ഭാര്യ ആരെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിന് വിഷമം തട്ടിയിട്ടുണ്ടാവും. അപ്പം അവർ വിചാരിച്ചിട്ടുണ്ടാവും അവരെല്ലാത്തിനും പ്രാപ്തരാണ്, രണ്ടുപേരും കൂടി തീരുമാനിക്കട്ടെ, എനിക്ക് പ്രായമായില്ലേ, ഞാൻ ഒതുങ്ങി ഇരിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് മകനോടുള്ള സ്നേഹക്കുറവോ അധികാരം കാട്ടലോ കുറവ് അങ്ങനെയൊന്നല്ല. എൻ്റെ മകനോട് അധികാരം കാട്ടാൻ ഇനി ഞാൻ എന്തിനാ വെറുതെ വലിഞ്ഞു കയറി പോണ്, അതുകൊണ്ട് അവർക്ക് വല്ല സ്വൈരക്കേട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവാലോ. പിന്നെ അതുപോലെ ഒരു തിരുത്തലും കൂടി ഉണ്ട് അമ്മ. ആ തിരുത്തലിനും കൂടി കറക്റ്റായിട്ട് ഉത്തരം നൽകണം അമ്മ. കുറ്റല്ലമ്മ, ഇത് സ്നേഹം കൊണ്ടുള്ള കുറ്റം കണ്ടുപിടിക്കലാണ്. പറഞ്ഞുതരാം. ഇപ്പൊ ഒരു വീട്ടില് 4 മക്കളാണ് വിചാരിച്ചോളൂ. അതിൽ സ്വാഭാവികമായിട്ടും ഇളയ മകൻ വീട്ടിലുണ്ടെന്ന് വിചാരിച്ചോളൂ. ആ ഇളയ മകനാണ് അമ്മയുടെ ഒപ്പം അച്ഛൻ്റെ ഒപ്പം വീട്ടിലുള്ളത്. അതൊരു തറവാട്. അത് ഇളയ മകൻ അവിടെ താമസിക്കുന്നു, അച്ഛനും അമ്മയും എൻ്റെ ഒപ്പം ഉള്ളതും. അപ്പൊ അച്ഛനും അമ്മയുടെ ഒരു വിചാരം എന്താ അറിയോ, ഈ ഇളയ മകൻ താമസിക്കുന്ന ഈ ഒരു വീടുണ്ടല്ലോ, ഈ വീടാണ് എൻ്റെ വീട്. അപ്പൊ ബാക്കി 3 മക്കൾ അപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ആ വീട് മകന്റെ വീട്. അതെങ്ങനെ ശരിയാവുക? ഞാനൊരു കാര്യം പറയട്ടെ, മകൻ ഇവിടെ താമസിച്ചോട്ടെ, ഉഗാണ്ടയിൽ താമസിച്ചോട്ടെ, സൗത്ത് ആഫ്രിക്കയിൽ താമസിച്ചോട്ടെ, ഇനി എന്തിന് പാകിസ്ഥാനിൽ താമസിച്ചോട്ടെ, മകൻ എവിടെ താമസിച്ചാലും ആ മകന്റെ വീട് എവിടെയുണ്ടോ അത് അച്ഛനും അമ്മേൻ്റെയും കൂടി വീടാണ്. കാരണം അത് എങ്ങനെ പിന്നെ അതെന്റെ മകന്റെ വീടാണ് ഇത് എന്റെ വീടാണെന്ന് എങ്ങനെ പറയാ? ആ ഒരു തിരുത്തല് അവിടെ പോയോ പോയില്ല. ഇനിയിപ്പോ അമ്മയും അച്ഛനും അവിടെ പോയോ പോയില്ല അതൊക്കെ വേറെ കാര്യം. പക്ഷെ എവിടെ താമസിക്കേണ്ട ഒരു ചെറ്റ കുടിലാണെങ്കിലും വൻകിട കെട്ടിടാണെങ്കിലും ആ വീട് നിങ്ങളുടെ വീടാണോ? അതല്ല എന്ന് വിചാരിക്കുന്ന ചില അമ്മമാരുടെ മാത്രം പറയില്ല. ചില അച്ഛനമ്മമാർ പറയും നീ വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് പോവാ, നിന്റെ വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ ഏതാണ് നിന്റെ വീട്? മകൻ എവിടെ വീട് കെട്ടിയിരുന്ന ആ വീട് അങ്ങനെയൊക്കെ ഉണ്ട്. അതിനല്ല ഞാൻ ഈ ചോദിക്കണത്. അപ്പൊ കേക്കോ, അങ്ങനെയുള്ള ധാരണകൾ നമുക്ക് തിരുത്തണോ? ആ വീട്ടിൽ പോകുമ്പോ അവിടെ പോയിട്ട് പറയാം ഇതും എൻ്റെ വീടാന്ന് മനസ്സിലൊരു തോന്നലെങ്കിലും വേണോ? ഈ ചെറിയ മകൻ താമസിക്കുന്ന അച്ഛനമ്മനും താമസിക്കും ഇത് മാത്രമാണ് എൻ്റെ വീട്, തൊട്ടപ്പുറത്ത് 4 വീട് അപ്പുറത്തുള്ള ഇനിയൊരു മകന്റെ വീട് അത് എൻ്റെ വീടല്ല, അത് മകന്റെ വീട് എന്ന് പറയാൻ പാടുമോ? എങ്ങനെ പറയണം അച്ഛനമ്മയും? ഞാനിപ്പോൾ താമസിക്കുന്ന ഇളയ മകന്റെ വീട്ടിലാണ്, എനിക്ക് എന്തിൻ്റെ കുറവാണ്? ഇനിയും 3 വീട് അപ്പുറത്തുണ്ട്, എനിക്ക് 3-4 വീടാണ്. ഇങ്ങനെ പറയുമ്പോൾ കേൾക്കണ മക്കൾക്ക് എത്ര ഒരു നല്ല ഫീലിംഗ് ഉണ്ടാവും. അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഞാൻ എൻ്റെ അനുഭവത്തിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ഒരു വയസ്സായ ആളാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് എന്ന് പറയാ ഞാൻ അമ്മേനൊക്കെ വിളിക്കും. എന്നാലും നടക്കാനൊക്കെ ഞങ്ങള് ഇങ്ങനെ ഇടയ്ക്കൊക്കെ പോകും. ഞാൻ അവരുടെ വീട്ടിലേക്ക് എനിക്ക് മനസ്സിലായി ഭയങ്കര ഇഷ്ടം. അവന്റെ ചിരി തന്നെ വലിയൊരു എന്താ പറയാ, കണ്ടാ മതി ഞാൻ എപ്പോഴും അതുപോലെ ഞാനെങ്ങാനും പുറത്തിങ്ങനെ കൂടുതൽ എന്നെ കാണില്ലല്ലോ. അപ്പൊ ഞാനെങ്ങാനും എന്നെ പുറത്ത് കണ്ടാൽ മതി, അമ്പിളി അമ്മാവനെ കണ്ടു എന്ന് പറയാ. അപ്പോ അങ്ങനെ നല്ല സ്നേഹമാണ്. അവർക്ക് 3 മക്കള്. മൂത്ത മകന്റെ വീട്ടിലാണ് അവര് താമസിക്കുന്നത്. അവരുടെ ഹസ്ബൻഡ് മരിച്ചത് കാരണം അവർക്ക് തുണയായിട്ട് അവിടെയാണുള്ളത്. പിന്നെ 2 മക്കളും കുറച്ച് അപ്പുറം അങ്ങനെയാണ്, ഒരുപാട് അടുത്തല്ല, കുറച്ച് നടക്കണം അങ്ങനെയാണ്. പക്ഷെ അവരെല്ലാ ദിവസവും പോവുമല്ലോ. ഈ വീട്ടിൽ നിന്ന് ഒരു മകന്റെ വീട്ടിലേക്ക് രാവിലെ പോണ കാണാം, കുറച്ച് നേരം അവിടെ സംസാരിച്ച് വരും. വേറൊരു മകൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം പോകും. അങ്ങനെയൊക്കെ പോയിട്ട് അവർ നല്ല സ്നേഹത്തിലാണ്. അതുപോലെ എൻ്റെ അടുത്ത് പറയും അതെൻ്റെ ചെറിയ മകൻ്റെ വീട്, ഇത് നടുവിലത്തെ മകനാണ്, അത് മൂത്ത മകനാണെന്ന് പറയും. അതുപോലെ മരുമക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. വിളിക്കലും പറയുന്നതൊക്കെ കേട്ടാൽ തന്നെ നമുക്ക് എന്തൊരു സന്തോഷം തോന്നുന്നു അറിയാം. നല്ലൊരു അമ്മ, അതായത് നമുക്ക് തോന്നില്ലേ ഇങ്ങനെ ഒരമ്മ എന്ന് പറഞ്ഞാൽ എങ്ങനെ വേണമെന്ന്. അങ്ങനെ ഏതു നേരം ചിരിച്ചും കളിച്ചും സന്തോഷമായിട്ട് സംസാരിക്കുന്ന ഒരമ്മ. അവർ മരുമക്കളെയും പേരക്കുട്ടികളെയും മക്കളെയും ഒക്കെ ഭയങ്കര സ്നേഹമാണ്. അതുപോലെ അവരും അങ്ങനെയാണ് കേട്ടോ ആ കുടുംബം. ഞാൻ ഇപ്പം അടുത്ത് കണ്ടതാണ്.
അപ്പൊ അവര് ഭയങ്കര സ്നേഹത്തിലാണ്. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ അവരെല്ലാവരും കൂടി പങ്കിട്ടെടുക്കും. എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒത്തൊരുമയായിട്ട് അതിനെ പങ്കിട്ട് ഇവരുടെ വീട്ടിലൊരു എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അവരെല്ലാവരും വരും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അമ്മ ഇവിടെ ടൂർ പോരൊക്കെ പോകുന്നുള്ളൂ. അമ്മ മോളുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. അമ്മ കണ്ടിട്ടില്ലേ 10 പക്ഷെ എന്തൊരു ഐശ്വര്യാണല്ലേ അവന്റെ ആ ചിരിച്ച മുഖാനായിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല. എന്നും ചിരിച്ചു, കണ്ട അപ്പ ചിരിക്കും. ദേഷ്യഭാവത്തിന് ഞാൻ അവരെ കണ്ടിട്ടേ ഇല്ല. അവരാ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ആവശ്യം. ഇന്നാളെ ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ അവരില്ലാത്തപ്പോൾ എനിക്കൊരു വിഷമം. അവരുണ്ടെങ്കിൽ ആ വീട്ടിലാകെ നിറഞ്ഞു നിൽക്കും പോലെ ഒരു തോന്നലാണ്. അങ്ങനെയുള്ള അമ്മമാരുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ 3 മക്കളുണ്ട്. അവർ താമസിക്കുന്ന മൂത്ത മകൻ്റെ കൂടെയാണെങ്കിൽ അവിടെ വീട്ടിലാണെങ്കിലും അവര് എന്താ എൻ്റെ ചെറിയ മകനാണിത്, അത് നടുവിലത്തെ മകനാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും പോവുമല്ലോ ഇവിടുന്ന് അവിടേക്ക്. എന്തുകൊണ്ടാ പോണത്? എല്ലാം അവന്റെ വീടായതുകൊണ്ടാ പോണത്. അങ്ങനെ അവർക്കില്ലേ? അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുണ്ട്. ഞാനിപ്പോ പറഞ്ഞു വന്നത് എന്താ അറിയോ, ചില മക്കളുടെ ചെറിയൊരു പരാതികൾ ഞാൻ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പറഞ്ഞത് എന്താണെന്നറിയില്ല. 1 or 2 കൊല്ലം കഴിഞ്ഞു ചിലപ്പോൾ അവർ വേറെ വീടൊക്കെ ആയി വേറെ അവിടെ താമസിച്ചു. അപ്പോൾ അവരോടുള്ള സംസാരത്തിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അധികാരഭാവം അല്ലെങ്കിൽ നമ്മുടെ അധികാരം എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടുള്ള അധികാരം, ആ ഒരു എൻ്റെ അമ്മയല്ല സംസാരിക്കണത്. അമ്മ എന്താ അഭിനയിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ അമ്മമാർ ഒന്ന് പിന്നാക്കം മാറുക എന്നുള്ളതുണ്ടല്ലോ. ശരിക്കും അമ്മമാരത് ചെയ്യരുത്. കാരണം എന്താ അറിയോ, അത് പറഞ്ഞു തരാൻ കാരണം എന്താ പറഞ്ഞാൽ, ഈ അമ്മയാണ് ഈ മക്കളെയൊക്കെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങളൊന്നും വാശി പിടിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവരൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ആഗ്രഹം കൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങളെ വളർത്തിയത് നിങ്ങളാണ്. ഞങ്ങൾ ഇങ്ങനെ വളർത്തു അങ്ങനെ വളർത്തു എന്നൊന്നും ഞങ്ങൾ പറഞ്ഞു തന്നിട്ടില്ല. പിന്നെ ചില മക്കൾ എങ്ങനെയൊക്കെയോ വളരും, ചില മക്കൾ വളരും എന്ന് വെച്ചാൽ ബുദ്ധി വളഞ്ഞു പോവും, ചിലർ നേരെ പോവും, ചിലർ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉയരങ്ങളിലെത്തും. ഇതൊക്കെ എന്തൊക്കെയാണെങ്കിലും ഒരു മരത്തിൻ്റെ പഴങ്ങളാണ്. മനസ്സിലായില്ലേ? ഒരു മരത്തിലുണ്ടാവണത് ഇതൊക്കെ ഒന്ന് ചിലപ്പോൾ കാക്ക കൊത്തി പോവും, ഒന്ന് ചിലപ്പോൾ പുഴുത്തു പോവും, ഒന്ന് ചിലപ്പോൾ നല്ല പഴാവും. അതൊക്കെ വിധി. ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ മരം ഉണ്ടല്ലോ, ആ വേരുണ്ടല്ലോ, ആ വേരിൻ്റെ വേരും മരമൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ മുകളിൽ ഈ കായൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ജീവിച്ചിരിക്കുന്ന വേറെ അമ്മയിൽ നിന്നും ചെറിയൊരു സ്നേഹത്തിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറയണമെങ്കിൽ ലോകത്തെ എല്ലാ മക്കളുടെ ചങ്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പൊട്ടുണ്ടാവും. ചിലരത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, പറഞ്ഞ ചിലപ്പോൾ അവരുടെ കുടുംബത്തിൽ വല്ല ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ എന്നാലും എൻ്റെ അമ്മയ്ക്ക് പറ്റുമല്ലോ. കാരണം അമ്മയ്ക്ക് ഒരാളും ഒരു ചെങ്കോല് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അമ്മ അന്നെടുത്ത വടിയുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇന്ന് ഓരോ മക്കളും സ്റ്റഡി ആയിരിക്കണത്. അപ്പം അമ്മയ്ക്കൊരു ചെങ്കോലും കയ്യിൽ കൂടെ ഒരു അധികാരം. നീ കേൾക്കൂ, എനിക്ക് വടിയെടുക്കാൻ നിൽക്കണ്ട ഞപ്പമ്മ, അല്ലെങ്കിൽ അമ്മ ഇടിക്കൊന്നും ഇപ്പോഴും വലിയ കുറവൊന്നുമില്ല കേട്ടമ്മ. അപ്പോൾ അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ അമ്മയ്ക്ക് സ്വന്തമായിട്ട് ഒരു ചെങ്കോലും കിരീടമൊന്നും വെച്ചിരുന്നിട്ട് ആജ്ഞാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? അമ്മയ്ക്കൊരു അധികാരമുണ്ട്. ആ അധികാരം സ്നേഹത്തിൻ്റെ അധികാരമാണ്. കാരണം അമ്മ മകൻ്റെ വീട്ടിൽ പോയിട്ട് എല്ലാം തട്ടിപ്പറിച്ച് അവിടെ പോയി ഇരിക്കണം എന്നല്ല ഞാൻ പറയണത്. അമ്മയ്ക്കൊരു അധികാരമുണ്ട്. എൻ്റെ മകൻ എൻ്റെ മകൾ എന്നുള്ളൊരു അധികാരം ഉണ്ടല്ലോ. അധികാരത്തിൽ അവർക്കൊരു വീടായെന്നോ അവർ വേറെ ആയെന്നോ വന്നിട്ട് അതിനൊരു കുറവ് വരരുത്, സ്നേഹത്തിനൊരു കുറവ് വരരുത്, സംസാരിക്കുമ്പോൾ ഒരു കുറവ് വരരുത്, തെറ്റ് കണ്ട ചീത്ത പറയാൻ തീർച്ചയായിട്ടും ഒരു കുറവും വരുത്തരുത്. ഇനിയിപ്പോൾ എത്ര വലിയവനാണെങ്കിലും ചെവി പിടിച്ചൊന്ന് നുള്ളാനും മണ്ടയിൽ എന്നെ ഇടിക്കും പോലെ ഇടിക്കാനൊന്നും ഒരു മടിയും വരുത്തരുത്. അപ്പഴേ പിന്നെ എന്തിനാ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ചീത്ത പറയുമ്പോൾ നിങ്ങൾ എന്തിനാ കരയില്, പിന്നെ എന്തിനാ പെരങ്ങിയിരിക്കല്? അതാണമ്മ സ്നേഹക്കൂടുതൽ, സങ്കടം. ഞങ്ങൾ തെറ്റ് ചെയ്യില്ല എന്നിട്ടും കൂടി അമ്മ മനസ്സിലാക്കാണ്ട് ചീത്ത പറഞ്ഞല്ലോ എന്ന്. കാരണം അമ്മ മിക്കവാറും അമ്മ ഒരു മരമണ്ടി ആയതുകൊണ്ട് ഒരു തെറ്റും ചെയ്യാണ്ടാണ് അമ്മ ചില സമയത്തൊക്കെ ചാടിക്കളിക്കുന്നത്, ചില സമയത്ത് ഇടിക്കാൻ പറ്റുന്നത്. ഇടിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈ വെച്ചിട്ട് അമ്മ ഇടിച്ചു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ നീരാണ്. അതുകൊണ്ട് ഇടി ഇടിച്ചാൽ നമ്മുടെ കൈ വേനിക്കുന്ന പോലെ ഞങ്ങൾ ഇടി കൊള്ളാറില്ല, കൊള്ള മടി ഉണ്ടായിട്ടൊന്നുമല്ല. അപ്പോൾ അതുപോലെ തന്നെ അമ്മ ചീത്ത പറയുമ്പോൾ കണ്ണും മൂക്കുണ്ട് അമ്മക്ക് ചീത്ത പറയുമ്പോൾ അമ്മ കരയില്ലേ ചീത്ത പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ കാരണം കൊണ്ട് അമ്മ കരഞ്ഞല്ലോ, അല്ല അമ്മയ്ക്ക് വിഷമമായല്ലോ വന്നിട്ട് ഏറ്റവും കൂടുതൽ കരയണത് അമ്മയുടെ സങ്കടം കാരണം കൊണ്ടാണ്, ഞങ്ങൾക്ക് സങ്കടം വന്നിട്ടല്ല. പിന്നെ ഈ അമ്മ തോറ്റു തരണം എന്നുള്ള വാശിയുണ്ടല്ലോ, ഇത് 5 വയസ്സിൽ തുടങ്ങണതല്ല അമ്മ, 60 വയസ്സ് വരെ ഉണ്ടാവും. മനസ്സിലായില്ലേ? നിങ്ങൾ ഇതുപോലെ വിചാരിക്കുമല്ലോ, അതേപോലെ നീ പറഞ്ഞ നിന്റെ കൂട്ടുകാരന്മാരുടെ ഒക്കെ അമ്മയില്ലേ, അവരും അതുപോലെ വിചാരിച്ചിട്ടായിരിക്കും മക്കളോടൊക്കെ പറഞ്ഞത്. ആ മക്കളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും വിഷമം തട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അവരുടെ മക്കളോട് ചോദിക്കാൻ പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏതാണ്ട് ദിവസങ്ങളിൽ തുടങ്ങാൻ പോണ ഓരോ ദൈവത്തിന്റെ അമ്പലങ്ങളില്ലേ, അവിടെയൊക്കെ നമ്മൾ ഒരു ദിവസം പരിശുദ്ധമായിട്ട് ഒരു തെറ്റും ചെയ്യാണ്ട് ഒരു മനുഷ്യനും പോലില്ല. നമ്മളൊരു അമ്പലത്തിൽ കയറുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ആ ആഴ്ചയിൽ നമ്മൾ 2 or 3 തെറ്റ് ചെയ്തിട്ടുണ്ടാവും ദൈവം പൊറുക്കാത്തത്. എന്ന് വെച്ചാൽ തെറ്റുകളൊന്നും ദൈവം പൊറുക്കില്ലല്ലോ. അങ്ങനെ ഒരു തെറ്റുകൾ ചെയ്യാണ്ടെന്ന് ഒരുത്തനും അമ്പലത്തിൽ പോയി തൊഴുകുന്നില്ല. എന്നിട്ട് ദൈവം അവിടെ നിന്ന് ഗേറ്റ് അടിച്ചിട്ട്
കടക്ക് പുറത്ത് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അതുപോലെയാണ് അമ്മ. മക്കൾ ചെറിയ തെറ്റ് ചെയ്താൽ ആ തെറ്റ് നീ ചെയ്തത് എനിക്ക് വിഷമായി, ഇനി നീ ചെയ്യരുതെന്ന് മുഖത്ത് നോക്കി പറഞ്ഞ് തിരുത്തണം. ചിലപ്പോൾ ഒരു മകന്റെ കാര്യമല്ല, ഇന്നിപ്പോൾ സമൂഹത്തിൽ 80% അമ്മമാരും മക്കളെ അങ്ങനെ കല്യാണം കഴിച്ചു വിട്ടിട്ട് ഈ മൂരിനെ കൊണ്ടുപോയിട്ട് അവിടെ വിടില്ലേ എന്ന് വെച്ചാൽ എന്തിനാ വിടുക മൂരിനെ? എന്തിനാ കൊണ്ടുപോയി വിടില്ലേ? ഇതിങ്ങനെ വഴിപാടിനുള്ളതാണ്, അതങ്ങോട്ട് കൊണ്ടുപോക്കട്ടെ വന്നിട്ട് വിടുമ്പോൾ കയറൂര് ഒരൊറ്റ വിടലാണ്. ഇനി നീയായി നിന്റെ മൂരിപ്പെണ്ണായി വന്നിട്ട് ശരിയല്ലമ്മ, ഒരിക്കലും ശരിയല്ല. നീയായി മൂരിക്കെന്ത പശുവോ, അത് ശരിയല്ല വന്നിട്ട് ഒറ്റ വിടൽ വിടുന്നുണ്ടല്ലോ, അത് ശരിയല്ല. വിട്ടോട്ടെ, ജീവിച്ചോട്ടെ, നന്നായിട്ട് ഇരുന്നോട്ടെ. പക്ഷെ അമ്മ വിളിക്കുമ്പോൾ അമ്മയുടെ ഉള്ളിൽ വരുന്ന സത്യസന്ധമായിട്ട് ആ സ്നേഹത്തിന് ഒരു കുറവും വരാണ്ട് ഇതെൻ്റെ അമ്മയാണ് വിളിക്കുന്നതെന്ന് തോന്നണം. അതുകൊണ്ട് ആകാശവാണിയിൽ എന്തോ നാടകം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഒരിക്കലും തോന്നിപ്പോരുത്. മകനെ സുഖമാണോ നിനക്ക്, ഇങ്ങനെ ഒരു കാലം വരാൻ പാടില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം പൗരാണിക നാടകം അല്ലെങ്കിൽ പഴയ കാലത്തെ നാടകം റേഡിയോയിൽ 7:30 എല്ലാ വീടുകളിലും പോയിട്ട് ഏതൊക്കെ അമ്മമാർ എന്താണെന്നൊക്കെ അന്വേഷിച്ചോണ്ട് നടക്കണം. നീ അമ്മ നമ്മള് എത്ര വയസ്സ് വരെ ജീവിച്ചു എന്നുള്ളൊരു ഒരു അർത്ഥമില്ല. ജീവിച്ച വയസ്സും കൊണ്ട് നമ്മൾ എന്തൊക്കെ ലോകത്ത് നടക്കണ നമ്മൾ മനസ്സിലാക്കി എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. കാരണം 102 വയസ്സ് വരെ ജീവിച്ചു, അല്ല 102 വയസ്സ് വരെ ജീവിച്ചു, ഒന്നും സാധിച്ചില്ല വന്നിട്ട് എന്താ കാര്യം? 20 വയസ്സ് വരെ ജീവിച്ചു. ഞാൻ അത്യാവശ്യം ഒരു ഇതൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? നമ്മുടെ ഈ ഭൂമിയിൽ മനസ്സിലാക്കാനാണ് നടക്കണത്. അപ്പൊ ഈ മനസ്സിലാക്കൽ ഞാൻ ഒരു അമ്മമാരെയും കുറ്റം പറയല്ല. ദയവ് ചെയ്ത് ലോകത്തുള്ള എല്ലാ അമ്മമാരെ, ലോകത്തുള്ള അമ്മമാരൊന്നും കാണണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു യൂട്യൂബിൽ കാണുന്ന കുറച്ച് അമ്മമാരെ നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ ഒരു കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് നീ വേറെയാണെന്നുള്ള ചിന്ത വെച്ചിട്ട് ഇത്രയേ സംസാരിക്കാൻ പാടുള്ളൂ. ഏതോ ഒരു ചീഫ് ഗസ്റ്റിനോട് സംസാരിക്കുമ്പോൾ സംസാരിക്കാണ്ട് നിങ്ങൾ 5 വയസ്സിൽ എന്താ ചെയ്ത്, 18 വയസ്സിൽ എന്താ ചെയ്ത്, കല്യാണം കഴിക്കുന്നതിനേക്കാളും മുമ്പ് എന്താ ചെയ്ത്, ആദ്യത്തെ ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം മേടിക്കുമ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തത് അതന്നെ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മക്കളോട് കാത്തു സൂക്ഷിക്കണം. കാരണം ഈ ലോകത്ത് ഇത്രയും പരിശുദ്ധമായ സ്നേഹമൊന്നും നമ്മൾ എന്ത് കൊടുത്താലും എവിടെ നിന്നും കിട്ടാത്തത് കൊണ്ട് എല്ലാ മക്കൾക്കും പറയാൻ മടിയുള്ളത് കൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ സ്നേഹത്തിനൊരു കുറവും വരുന്നത്. പക്ഷെ മക്കൾ തിരിച്ചങ്ങനെ സ്നേഹിക്കുന്ന പ്രതീക്ഷിക്കും വേണ്ട. കാരണം മക്കളല്ല അച്ഛനമ്മ, അച്ഛനും അമ്മയല്ല മക്കൾ. അതെല്ലാ അച്ഛനമ്മമാരും മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്നേഹത്തിന് നിങ്ങൾ കുറവ് വരുത്തരുത്. ആ സ്നേഹം നിങ്ങളുടെ പ്രതീക്ഷിക്കും വരുത്. ഓക്കെ, സമാധാനമായല്ലോ. ഇപ്പൊ അമ്മയുടെ കാര്യത്തിന് സമാധാനമായി, എല്ലാന്റെ കാര്യത്തിനും സമാധാനമായി. പറയേണ്ട അല്ല, അമ്മയുടെ കാര്യത്തിലല്ല, അമ്മയുടെ ഒരു കഥ വേറെ. അമ്മ ചോദിക്കുകയില്ല, ആവശ്യപ്പെടുകയില്ല, എന്നാൽ സ്നേഹത്തിനൊരു കുറവുമില്ല. അമ്മയുടെ രീതിയെ വേറെ. അമ്മ മിണ്ടേ ഇല്ലല്ലോ, ചോദ്യങ്ങളെ ഇല്ലല്ലോ, പിന്നെ എന്താണ് ചെയ്യുക? ഇവിടെ എന്തെങ്കിലും തെറ്റുകൾ കണ്ടാൽ മാത്രം മണ്ടയ്ക്ക് കുത്താൻ വരുമ്പോൾ ഒരു ചോദ്യം ചോദിക്കാറില്ല, എന്തുകൊണ്ടാണ് മോനെ എന്ന് ചോദിക്കില്ല. നീ ചെയ്തടാന്ന് മാത്രമേ ചോദിക്കുള്ളൂ, അല്ലേ? അത്ര തന്നെ ഉള്ളൂ. അതുകൊണ്ട് അമ്മ മാറ്റണ്ട, അത് നല്ല സ്വഭാവമാണ്, മാറ്റണ്ട. അത് കാരണം കൊണ്ട് എന്താ ഒരു കുറ്റം എൻ്റെ അമ്മയ്ക്കില്ല, ഇല്ലേ? ഇനി കുറ്റം വല്ലത് ഉണ്ടെങ്കിൽ അത് കുറേ ആൾക്കാർ കൂടി ഉണ്ടാക്കിയതായിരിക്കും, അല്ലാണ്ടൊരു കുറ്റം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അമ്മയ്ക്ക് ആവശ്യമില്ല, അല്ലേ? സ്നേഹം കൊടുക്കുക, തിരിച്ചു തരുമോ തരില്ല എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് അമ്മ. അല്ല എന്നെ അപ്പൊ ഇന്നത്തെ എന്റെ സംസാരത്തിൽ തെറ്റൊന്നും ഇല്ലല്ലോ അമ്മ. ഇനി അമ്മ പറയോ നമ്മുടെ ആൾക്കാരോട് ഇവൻ ചോദിച്ച ചോദ്യത്തിൽ എല്ലാ അമ്മമാരും കൂടി ഇവനെ പൊങ്കാലിട്ട് പറയോ? ഇല്ലല്ലോ. അല്ലമ്മ, ഞാൻ അപ്പോഴും പറഞ്ഞത് അല്ല, ഞാൻ അപ്പോഴും പറഞ്ഞത് അമ്മമാരുടെ സ്നേഹത്തിന് പറ്റി. അത് കുറയരുത്. കാരണം ഈ വിഷം വേണമെങ്കിൽ ഒരു ഇത്തിരി തരുന്നത് കുറച്ചോട്ടെ, കാരണം അത് കൊല്ലാൻ വേണ്ടി തരുന്നതാണല്ലോ. വിഷം നിങ്ങളൊരു കുപ്പിയിൽ തരുമ്പോൾ ഞങ്ങൾ ഒരിക്കലും അവകാശപ്പെട്ടില്ല ഒന്നും കൂടി ഒഴിക്കൂ പറയില്ല. പക്ഷെ അമൃതമാകുമ്പോൾ ഇത്തിരി പറയും, ഇത്തിരി കൂടി ഒഴിച്ചോളൂ കേട്ടോ, എന്താ പറയുക അമൃതല്ലേ, ഒഴിച്ചോട് പറയും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഇപ്പൊ വിഷമാണ് അമ്മ എന്നുണ്ടെങ്കിൽ ഒരു മക്കളും പറയില്ല ഒന്നും ഇങ്ങോട്ട് തരൂ, ഒന്നും ഇങ്ങോട്ട് തരൂ പറയില്ല. ചില അനുഭവങ്ങളുള്ള കൂട്ടുകാരോട് നീ ഒന്ന് പറയണോ, ആ അമ്മമാരുടെ സങ്കടങ്ങൾ എന്താണെന്നും കൂടി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ പറയും. അവരെ ഒറ്റയ്ക്ക് അവരെ പിടിച്ചിരുത്തി നന്നായി. എന്തിനാ പിടിച്ചിരിക്കുന്നത്? അവരെന്താ ജയിൽ കൈദികളോ? അവരെ അടുത്തിരുത്തി സ്നേഹം കൊണ്ട് അമ്മ എന്തിനാ അമ്മ എന്നോട് പണ്ടത്തെ സ്നേഹം അമ്മയ്ക്ക് ഇല്ലാത്തത്, എന്താ അമ്മ അങ്ങനെ ചോദിച്ചു മനസ്സിലാക്കാൻ പറയാ. അതുകൂടി ഇല്ലേ? നമ്മുടെ മനസ്സിൽ എന്താണ് നീ വിഷമുണ്ടാക്കി, നമ്മുടെ മനസ്സിന് വിഷമം എന്തുകൊണ്ടാണ് നിന്നെ പ്രസവിച്ച നിന്റെ അമ്മ നിന്റെ മുമ്പ് തന്നെ KPSL എഴുതിനെ പോലെ അഭിനയിക്കുന്നത് ചോദിക്കണം. അത് ചോദിക്കണം, വേണ്ടേ? അത് നീ പറഞ്ഞില്ലല്ലോ. അഭിനയ മികവ് നിന്റെ അമ്മ കാണിക്കുന്നുണ്ടെങ്കിൽ, നാഷണൽ അവാർഡ് ദാദാസാഹേബ് ഫാൽക്കെ തോറ്റുപോണ പോലെ നിന്റെ അമ്മ നിന്നോട് അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്ത് അമ്മ അഭിനയിക്കാൻ കാരണമായ നീ ചെയ്ത തെറ്റെന്താണെന്ന് ചോദിക്കണം. അതുകൂടി ചോദിക്കണം. അപ്പൊ ഇന്നത്തെ തർക്കം കഴിഞ്ഞു. അമ്മയും മക്കളും തമ്മിലുള്ള തർക്കമാണ്. അതെ. അപ്പൊ കോവക്കറി കണ്ട, മീനിന്റെ മസാല ഇട്ടിട്ടുള്ള കോവക്ക. ഇനി ആരും മീൻ മേടിക്കണ്ട, കോവക്ക മേടിച്ച് മീൻ എല്ലാരും കൂട്ടാത്തവരുണ്ടാവില്ല, അവരിങ്ങനെ ഉണ്ടാക്കി നോക്കൂ, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും. ഓ മീൻകറി അപ്പൊ എങ്ങനെ ഉണ്ടാവും, ഇത് ഏതാണ്ട് അതിന് സാമ്യം ആവുമ്പോ അപ്പൊ ഇതിന്റെ ചാറിന് അതേ ടേസ്റ്റ് ആണ്. ഇതില് മീനല്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പൊ
ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ പറയൂ. അപ്പോൾ അമ്മയും മകനെ തർക്കത്തിൻ്റെ ഒപ്പം ഇതൊരു നല്ല മെസ്സേജാണ് നൽകിയെന്നുള്ള വിശ്വാസത്തോടു കൂടി അല്ലേ? നല്ല മെസ്സേജ് അല്ലേ? അമ്മയ്ക്ക് കംപ്ലൈൻ്റ് ഇല്ലല്ലോ? എന്നാ ഏത് അമ്മമാർക്കും കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. ബൈ.